എറിക്സൺ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. ആ മനഃശാസ്ത്രജ്ഞൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ആരെ കണ്ടാലും വളരെ സ്നേഹത്തോടുകൂടി നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ഹലോ എന്ന് പറയുമായിരുന്നു. ആരെ കണ്ടാലും ഹലോ എന്ന് പറയുന്ന ഈ ഡോക്ടറെ ആളുകൾ കാത്തിരുന്നു. വാർദ്ധക്യത്തിലെത്തി എല്ലാവരും ഉപേക്ഷിച്ച ഒരു സ്ത്രീ അയാൾ പോകുന്നത് നോക്കി വരാന്തയിൽ ഒരു കസേര വലിച്ചിട്ട് അയാളെ കാത്തിരിക്കും. ഒരു ഭ്രാന്തൻ അയാൾ വരുമ്പോൾ മാത്രം ഭ്രാന്തില്ലാതെ അയാളുടെ ഹലോ സ്വീകരിക്കും. കുട്ടികൾ അയാൾ കടന്നുപോയാൽ ഹലോ ഹലോ എന്ന് പറഞ്ഞ് നാനാഭാഗത്തേക്കും പോകും. എല്ലാവരോടും അയാൾ ഹലോ പറയും. അന്നൊരു ദിവസം അയാൾ വന്നപ്പോൾ കാണുന്നത്, എതിരെ വരുന്നത് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. 2 ദിവസം കൂടി മാത്രം ജീവിതമുള്ള ഏറിയാൽ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അത് ഈ എറിക്സൺ അറിയാം. അതുകൊണ്ട് അയാളോട് എങ്ങനെയാണ് ഹലോ എന്ന് പറയുക എന്ന പ്രയാസത്താൽ അയാൾ തല കുമ്പിട്ട് കടന്നുപോയി. വീട്ടിലെത്തിയപ്പോൾ വലിയ കുറ്റബോധമായി തീർന്നു. അയാളോടായിരുന്നല്ലോ താൻ ഹലോ എന്ന് പറയേണ്ടിയിരുന്നത്. മരണം എന്ന് പറയുന്നത് ജീവിതത്തിലെ അത്ര സാധാരണമായ ഒരു അനുഭവം ആണല്ലോ. ഒരു ആശുപത്രിയിലെ 2 പേർ ഇതുപോലെ 1-2 ദിവസം മാത്രം ജീവിതമുള്ള 2 പേരിൽ ഒരാളോട് ഡോക്ടർ ചോദിച്ചു, എന്താഗ്രഹമുണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് വേറെ ഒരു ഡോക്ടറെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അടുത്ത ആളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഡോക്ടർ എന്താ പറഞ്ഞത്? എനിക്ക് 2 ദിവസമുണ്ട് എന്നാണ്. അതെ, ലോകത്തിൽ 2 ദിവസം ഉറപ്പായും ജീവിക്കുമെന്ന് ഉറപ്പ് കിട്ടിയ ആദ്യത്തെ മനുഷ്യനാണ് ഡോക്ടർ ഞാൻ എന്ന് പറഞ്ഞു. പല ഡോക്ടർമാരും പറയും മരണം അടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് പറയാൻ പാടില്ല ഒരു ഡോക്ടറും. കാരണം അതിനു മുമ്പ് ഒരുപക്ഷെ ആ ഡോക്ടർ മരണപ്പെട്ടേക്കാം. അത്രമേൽ സ്വാഭാവികമായ ഒന്നിന് എങ്ങനെയാണ് നാം മാറി നിൽക്കുക അതിൽ നിന്നും? അതുകൊണ്ട് അയാൾ ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെയും ആലോചിച്ചപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് ഇത്ര യാദൃച്ഛികമാക്കി വെച്ചത്, ഒരു പ്രീ സോക്രാറ്റിക് ഫിലോസഫർ പറയുന്നത് മരണത്തെ ജീവിതം അവസാനം വരെ ഒളിപ്പിച്ചു വെച്ചത് വഴിയാണ് ദൈവം നമ്മെ പ്രചോദിതരാക്കിയത് എന്നാണ്. ഒരാൾക്കും അറിഞ്ഞുകൂടാ എപ്പോൾ മരിക്കും എന്ന ഈ മഹാരഹസ്യമാണ് നിഗൂഢത എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. ഈ മിസ്റ്ററിയാണ് നമ്മളെ നിലനിർത്തുന്ന ഒരു അത്ഭുതം എന്ന് പറയാവുന്നത്. അപ്പോൾ വാസ്തവത്തിൽ മരണമുള്ളത് കൊണ്ടാണ്, അത് എപ്പോൾ സംഭവിക്കും എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്, അത് എപ്പോഴും സംഭവിക്കാം എന്നതുകൊണ്ടാണ് ലോകത്തിൽ സ്നേഹം നിലനിൽക്കുന്നത്. മരണമുള്ളത് കൊണ്ടാണ് നമ്മുടെ മകൻ അല്പം വൈകുമ്പോൾ പിടയ്ക്കുന്ന നെഞ്ചോടുകൂടി നാം ഇരിക്കുന്നുണ്ടെങ്കിൽ മരണം ഉണ്ട് എന്നതാണ് അതിന് കാരണം. എല്ലാം അസ്ഥിരമാണ് എന്നതാണ് എല്ലാറ്റിൻ്റെയും സൗന്ദര്യം. മനോഹരമായ ഒന്ന് കയ്യിലെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകുമോ എന്ന ഭയമാണ് നമുക്ക്. മരണമാണ് എല്ലാ മനോഹാരിതയുടെയും മനോഹാരിത എന്നർത്ഥം. അതൊക്കെ ഓർത്ത് രാവിലെ ഉന്മേഷം കൈവരിച്ച് അയാൾ നടക്കുമ്പോൾ അയാൾ മരിച്ചിട്ടില്ല, എതിരെ വരുന്നു, അയാൾ ഹലോ എന്ന് പറഞ്ഞു ഡോക്ടർ. ദ ഡീപ്പസ്റ്റ് ഹലോ. ഈ മരണം ഉൾക്കൊണ്ട്, ഈ ചിന്തകൾ ഉൾക്കൊണ്ട് അയാൾക്ക് നിസ്സങ്കോചം പറയാവുന്ന ഒരു ഹലോ ആണ് ഈ ഡോക്ടർ പറഞ്ഞത് എന്നർത്ഥം.